കേരളത്തിൻ്റെ ചിത്ര ശൈലിയാണ് മ്യൂറൽ. പാരമ്പര്യ ചുവർചിത്രം നിർമ്മാണം കൊണ്ടും ചിത്രരചനാ ശൈലി കൊണ്ടും വളരെ വേറിട്ട ഒരു ചിത്രശൈലിയാണ്. പൂർണ്ണമായും നാച്ചുറൽ കളർ, അതായത് പ്രകൃതിദത്ത വർണ്ണങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന ചിത്രങ്ങളാണ് ചുവർചിത്രം. അതിൽ 1500ഓളം വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളിലെയും കൊട്ടാരങ്ങളിലെയും മറ്റ് സ്ഥലങ്ങളിലെയും ചിത്രങ്ങൾ ഇന്നും കേടുകൂടാതെ അതിൻ്റെ പൂർണ്ണമായ തനിമ നിലനിർത്തിക്കൊണ്ട് ചിത്ര കലാസങ്കേതത്തിനൊരു അത്ഭുതമായി മ്യൂറൽ നിലകൊള്ളുകയാണ്. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ആ ചിത്രരചന നടത്തിയ ചിത്രകാരൻ്റെതാണ്. കാരണം ചിത്രങ്ങൾ ശൈലീപരമായി എങ്ങനെ ചിത്രം വരയ്ക്കാം എന്നുള്ളത് വ്യക്തമായി പഠിച്ചതിന് ശേഷം ചിത്രരചന നടത്തിയതിനാണ്. പാരമ്പര്യ രീതിയിലുള്ള പ്രകൃതിദത്ത വർണ്ണങ്ങൾ അതിലുപയോഗിച്ചു. ഇതിൽ ഉപയോഗിക്കുന്ന ചുവപ്പ്, മഞ്ഞ, പച്ച, കറുപ്പ്, വെള്ള എന്ന പഞ്ചവർണ്ണങ്ങൾ കൊണ്ടാണ് ഈ ചിത്രങ്ങൾ നിർമ്മിക്കുന്നത്. 5 കളറുകൾ മാത്രം ചെയ്യുന്ന ചിത്രങ്ങളെ പഞ്ചവർണ്ണ ചിത്രങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ പച്ച നീലയമരയുടെ ഇലയിലെ ചാറാണ് പച്ചയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ചുവപ്പ് കടുപ്പം കൂടിയ ഒരു ഇതരം കല്ലിൽ നിന്ന്, വെട്ടുകല്ലിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുത്ത കളറാണ് ചുവപ്പായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ കടുപ്പം കുറഞ്ഞ മറ്റൊരു കല്ലിൽ നിന്നാണ് നമ്മൾ മഞ്ഞ കളർ ചെയ്തെടുക്കുന്നത്. ചുണ്ണാമ്പും കരിക്കും വെള്ളവും ഒരു നിശ്ചിത അനുപാതത്തിൽ കൂട്ടി യോജിപ്പിച്ചാണ് ഇതിൻ്റെ വെള്ള പ്രതലം നമ്മൾ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ കരിയാണ് ഇതിനകത്ത് പശയോടൊപ്പം ചേർത്ത്, വേപ്പിൻ പശയോടൊപ്പം ചേർത്ത് ഇതിൽ കറുപ്പ് എഴുതി നമ്മൾ ചിത്രരചന പൂർത്തിയാക്കുന്ന സമ്പ്രദായം കണ്ടുവരുന്നത്. ഇത് വളരെ പ്രാചീനവും അതുപോലെ ധ്യാന ശ്ലോകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രരചന ശൈലിയാണ് മ്യൂറൽ പെയിൻറ്റിങ്സിനുള്ളത്. ചിത്രങ്ങളെ എല്ലായ്പ്പോഴും വളരെ ചലനാത്മകവും അതുപോലെ സമ്പുഷ്ടവുമാക്കി തീർക്കുന്ന ഒരു ശൈലി ചിത്രരചന ചുമർ ചിത്ര ശൈലി മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ്.